ഞാൻ കരീമിൻ്റെ കയ്യിൽ ക്യാമറയും കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. അവൻ്റെ ഇറങ്ങി ഒന്ന് കുളിച്ച് കളയാമെന്ന് വിചാരിച്ച്. വല്ലാത്ത ചൂടായിരുന്നല്ലോ. ആ സമയത്ത് ഞങ്ങൾ എവിടെയെങ്കിലും വെള്ളമുള്ളിടത്ത് പോയി ഒന്ന് മുങ്ങിക്കുളിക്കണമെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു ടൂർ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ചായ കുടിക്കാൻ ഒരിടത്തിറങ്ങി. ആ കാണുന്ന കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചതിന് ശേഷം ഓരോരുത്തരും ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും പറയുകയും ആത്മാവിന് പോക്കേണ്ടവർ പോക്കുകയും ചെയ്ത്. ഹായ്, ഞങ്ങളങ്ങനെ മൂന്നാമത്തെ ട്രിപ്പ്. ഭാഗ്യവന്മാർ ആരുമില്ല, എല്ലാം നിർഭാഗ്യവന്മാരും. ഓ ഭാഗ്യം. നിങ്ങളുടെയൊക്കെ പ്രയാസവും വിഷമവും കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എടുക്കണമെന്ന് തോന്നും. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ഒരു ഹമുക്കുണ്ട്, അവൻ താമസിക്കും. നമ്മൾ നിങ്ങളുടെ ദയനീയ അവസ്ഥ കൊണ്ട് എടുക്കണേന്ന്. പക്ഷെ ഇവൻ ആള് ശരിയല്ല. അവൻ പറഞ്ഞ ഒരു സെയിം ഒന്നും വേണ്ട, ഒരു സിംഗിൾ പീസ്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കൊട്ടാരക്കര വന്നു. കൊട്ടാരക്കര വന്ന് ഊണ് കഴിക്കേണ്ട സമയമായതുകൊണ്ട് ഒരു ഊണ് കഴിക്കാനുള്ള ഒരു ഹോട്ടൽ തിരക്കി. അങ്ങനെ ഇവിടെ കൊള്ളാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് കയറി. കൊള്ളാം, കുഴപ്പമില്ല, നല്ല അറ്റ്മോസ്ഫിയറാണ്. വെച്ചിരിക്കുന്നത് ചൂടുണ്ടാവും, ചൂട്. ഈ ഇരിക്കുന്ന പയ്യൻ പറഞ്ഞു തന്നു മീൻപിടിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയാൽ മതി. അവിടെ നല്ല സെറ്റപ്പാണ്, വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ലക്ഷ്യമാക്കി ഞങ്ങൾ പോവുകയാണ്. അത് ഇവിടെ അടുത്താണ്, പക്ഷെ ഞങ്ങൾക്ക് വഴി തെറ്റിയത് കൊണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരനെ തെറ്റിയതാണ്. അതായത് ഞങ്ങള് ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ വേണ്ടി കയറിയ സമയത്ത് അവിടെ ഞങ്ങളിത് നേരത്തെ യൂട്യൂബിൽ കണ്ടു വന്നതാണ്. മീൻമുട്ടിപ്പാറ അല്ലേ ഇതിന്റെ പേര്? മീൻപിടിപ്പാറ. ഞങ്ങൾ തെറ്റി നേരെ ഇഞ്ഞിറങ്ങി പോകുന്നു. ഇതിലെ കാർ കയറുമോ? ഇതിലല്ലേ ഞങ്ങൾ പോകുന്നത്? അതെ, യഥാർത്ഥത്തിലേ ഈ സ്ഥലത്തിന്റെ പേരെന്തോന്നു? ഇത് കൊട്ടാരക്കര അല്ലേ? കൊട്ടാരക്കര. എങ്ങനെ? ഉടമ്പൻ ജംഗ്ഷൻ. ഉലമൻ ജംഗ്ഷൻ. മീൻപിടിപ്പാറ എത്തിയല്ലേ? മീൻപിടിപ്പാറ. ഇവിടെ അതിനകത്തോട്ട് പോകാൻ കാറ് കയറ്റി. ഞാൻ ഹോട്ടലിൽ വന്നു. ഞങ്ങൾ വന്ന കാർ ഇതാ പറഞ്ഞു, അതാണ് അങ്ങോട്ട് പോയ വെള്ളക്കാർ. കൊടുത്ത് ഞാൻ സംഭവം നമ്മൾ വന്നതിലേ ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് പക്ഷേ ഒന്നിലാണ്. ഓ ആ കൊച്ച് പക്ഷെ ഈ ഇടത്ത് കയറണമെന്നുള്ളത് നമുക്ക് കണ്ട ബുദ്ധിയുള്ള ആളാണ് കൊണ്ടങ്ങ് പോയത്. മടയന്മാർ ഞങ്ങൾ തെറ്റിക്കാനുള്ള ചുമതല ഞങ്ങൾക്കുണ്ട്. പക്ഷെ അങ്ങനെ ഞാനും മാമയായിട്ട് മീൻമുട്ടിപ്പാറ
മീൻ മുട്ടിയാന്നാ മീൻ എന്തൊരു മീൻ മുട്ടിപ്പാറ തന്നെ ഇതിൻ്റെ പേര്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മീൻ പിടിപ്പാറ എത്തി. കൊട്ടാരക്കരന്ന് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടല്ലേ, വലത്തോട്ട് തിരിഞ്ഞ് ഫസ്റ്റ് കട്ടിങ്ങിനകത്ത് വരുമ്പോൾ മീൻ പിടിപ്പാറ. വെള്ളം ഉണ്ടാകത്തൊക്കെ ഇനി പോകുമ്പോഴേ അറിയാവും, നമുക്ക് നോക്കാം. ഇത് തന്നെയാണ് മീൻ പിടിപ്പാറ, ഇതാ കാണുന്നത്. അങ്ങനെ നമ്മൾ മീൻ പിടിപ്പാറ എത്തി. ആ ബോർഡ് ഉണ്ട്, മീൻ പിടിപ്പാറ. ടിക്കറ്റ് എടുക്കണം. ചൂട് സമയമായതുകൊണ്ട് എവിടെയെങ്കിലും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് തേടി നടക്കണം മനുഷ്യർ, അല്ലേ മേതൊക്കെ? ചൂട് സമയമായതുകൊണ്ടേ. എന്ത് തന്നെ പിന്നെ എന്ത് ടിക്കറ്റ്? ഇതാണ് മീൻപിടിപ്പാറ. എന്ത് എന്നോ? കൊച്ചിന് ഉടുപ്പം കിട്ടുണ്ടേ ഇങ്ങോട്ട് ഉടുപ്പം കിട്ടും. രസമുണ്ടല്ലേ? കാരണം എന്താണെന്നറിയോ ഇത്ര ജനങ്ങൾ? എന്തുകൊണ്ട്? ചൂട്. ഒരിടത്തും വെള്ളമില്ല, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനില്ലാത്ത സമയത്താണ്. മറ്റോ പോയി കിടന്നാ? ഇറങ്ങില്ലേ? ഇറങ്ങുന്നോ? ഇറങ്ങി. ഇറങ്ങാൻ പറഞ്ഞിട്ട് അവന് വലിയ താല്പര്യമൊന്നുമില്ല, അതുപോലെ തന്നെ എനിക്കും. എങ്കിലും വന്നതല്ലേ, ഈ നല്ല ചൂടായതുകൊണ്ട് എനിക്ക് എന്തായിരുന്നാലും ഒരു ചെറിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും ഇറങ്ങി ഒന്ന് കുളിച്ച് കളയാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാനിതാ ഇറങ്ങി പോവുകയാണ് കുളിക്കാൻ വേണ്ടി. ഞാൻ കരീമിൻ്റെ കയ്യിൽ ക്യാമറയും കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. അവൻ്റെ കയ്യിൽ അങ്ങോട്ട് വന്നൊന്ന് പിടി എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്, അങ്ങോട്ട് വരുന്നില്ല.
കണ്ട കിളവന്മാരെല്ലാം കൂടെ കിടന്ന് തിമിർക്കണ കണ്ട. അങ്ങനെ കണ്ടപ്പോൾ എനിക്കും കൊതി തോന്നി. ഞാനും ഇറങ്ങാൻ പോവുകയാണ്. ബാക്കി അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, ബൈ. മറക്കരുത്, കാണണം.